ഹലോ ഗായ്സ്, ഈ പെണ്ണിതെങ്ങോട്ടാന്നല്ലേ? പെണ്ണ് ഞങ്ങളൊക്കെ നോർവേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു റോഡ് ട്രിപ്പാണ്, 4 ദിവസത്തെ യാത്രയാണ്. അതായത് ഞങ്ങളൊരു വെഡ്നെസ്ഡേ വൈകുന്നേരം ഇറങ്ങിയിട്ട് സൺഡേ വൈകുന്നേരം തിരിച്ചു വരുന്നത്, അതുപോലെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ വെഡ്നെസ്ഡേ ഒരു 3:34 ആയപ്പോൾ ഞങ്ങൾ അങ്ങ് ഇറങ്ങി ആദ്യം സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഒരു എയർബിഎൻബിയിലാണ്. അത് സ്വീഡനിൽ തന്നെയാണ്, കിൽ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. അപ്പം അങ്ങോട്ടേക്ക് ഗൂഗിളിൽ മാപ്പൊക്കെ ഇട്ട് പോയപ്പം ചെറുതായിട്ടൊരു വഴിയൊക്കെ തെറ്റി നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി. പിന്നെ അവിടെ നിന്ന് വഴി കണ്ടുപിടിച്ച് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇതാണ് ആ താമസ സ്ഥലം. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഫുള്ള് ഒരു എന്താ പറയുക, ഒരു നല്ല വില്ലേജ് ആംബിയൻസ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. വീടും അതേപോലെയാണ്, ഒരു പഴയ എസ്തറ്റിക് സെൻസ് ഉള്ളൊരു പഴയ വീട്. നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിലുള്ള ആ സെറ്റപ്പും സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിപ്പോയി എത്തിയപ്പോഴത്തേക്കും. ഇതാണ് വീട്ടിൽ നിന്നുള്ള വ്യൂ. അങ്ങനെ രാത്രിയായിരുന്നു എത്തിയപ്പോൾ, ഒരു 8-8:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിശന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം ഉറങ്ങി രാവിലെ എണീറ്റു. ഇനി അടുത്തുനിന്ന് നമ്മൾ നോർവേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര ലില്ലേഹാമർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെയാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകണം. അപ്പോൾ രാവിലെ എണീറ്റേ ഉള്ളൂ. എണീറ്റ് പെണ്ണ് വീടൊക്കെ കണ്ടുവന്ന് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ ബ്രെഡും കുറച്ച് റെഡിമെയ്ഡ് കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളത് ആ വീട് വിട്ട് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. പിന്നെ ഞങ്ങളുടെ ഈ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഈ യാത്ര തിരിച്ചപ്പോഴൊന്നും നമ്മളിങ്ങനെ പ്രത്യേകിച്ചൊരു ടൂറിസ്റ്റ് സ്പോട്ടോ അങ്ങനെയൊന്നും ലക്ഷ്യമാക്കിയല്ലായിരുന്നു ഞങ്ങൾ പോയി തുടങ്ങിയത്. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്ന മനോഹരമായ സ്ഥലത്തൊക്കെ നിർത്തും, കാഴ്ചകളൊക്കെ കാണും. പിന്നെ കൂടുതലും കാഴ്ചകൾ ഞങ്ങളിങ്ങനെ യാത്രക്കിടെയായിരുന്നു കണ്ടിരുന്നത്. അതായത് ഇപ്പം പോകുന്ന വഴി എല്ലാം വളരെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. റൈറ്റിലേക്ക് നോക്കണോ ലെഫ്റ്റിലേക്ക് നോക്കണോ എന്നുള്ള കൺഫ്യൂഷൻസ് ആയിരുന്നു. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ അങ്ങനെ ചില സ്പോട്ടുകളിൽ നമ്മൾ മടുക്കുമ്പോൾ നിർത്തുന്നിടം നല്ല മനോഹരമായിരിക്കും. അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കും. പിന്നെ കൂടുതലും കാറിൻ്റെ ഉള്ളിൽ നിന്നാണ് വീഡിയോസൊക്കെ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറവുണ്ടാവും. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യണം, ഇത് ഭാവിയിലെങ്കിലും ഞങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഞങ്ങളിങ്ങനെ പോയിരുന്നു, നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ പിന്നീട് ഒരു ദിവസം എപ്പോഴെങ്കിലുമൊക്കെ ഇരുന്ന് കാണാൻ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്യാപ്ചർ ചെയ്തേക്കുന്നത്, അത്ര ക്ലാരിറ്റി ഇല്ലേ പോലും. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു യാത്ര. അങ്ങനെ ഞങ്ങൾ തേഴ്സ്ഡേ രാവിലെ യാത്ര തിരിച്ചു ലില്ലേഹാമറിലേക്കാണ്. പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് 400 കിലോമീറ്റർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് റെസ്റ്റൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ കുറിച്ച് കഴിച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. നല്ല രസമുള്ള പള്ളി, വീടൊക്കെ എന്നാ രസമാണെന്നറിയോ. വീടൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. വീടുകളൊക്കെ കാണാൻ അങ്ങനെയൊക്കെ ഒരു വീടെടുക്കണം, അവിടെയൊക്കെ താമസിക്കണം എന്നൊക്കെ കൊതി തോന്നിപ്പോവും. പിന്നെ അവിടെ താമസിക്കുന്നവരോട് അസൂയം തോന്നും കാണുമ്പോൾ. എന്തിനേറെ പറയുന്നു, അവിടെ പള്ളി സെമിത്തേരി കാണുമ്പോൾ പോലും അസൂയ തോന്നിപ്പോവും. ഈ ആത്മാക്കളൊക്കെ ഇത്രയും മനോഹരമായ കാഴ്ച കണ്ടാണല്ലോ കിടക്കുന്നതെന്ന് ഓർത്തിട്ട്. അത്രയും ബ്യൂട്ടിഫുള്ളാണ് അവിടുത്തെ സ്ഥലവും കാഴ്ചകളൊക്കെ. അതുപോലെ യാത്രക്കിടയിൽ കണ്ടു നിർത്തിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മ്യൂസ് പാർക്കൻ, അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇത് നോർവേയിലാണ്. അപ്പം നമ്മൾ ഓൾറെഡി നോർവേ എത്തിക്കഴിഞ്ഞു. അപ്പം മ്യൂസ് പാർക്കനിൽ ഇറങ്ങി അവിടുത്തെ വ്യൂ പോയിന്റിൽ പോയി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വീണ്ടും നമ്മളന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ലില്ലേഹാമറിലാണ്. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സ് 30 കിലോമീറ്റേഴ്സ് അങ്ങനെ എന്തോ ആണ് യാത്രയുള്ളത്. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയാണ് നമ്മൾ തിരിച്ചേക്കുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ,
ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ. ഒരു സൈഡിൽ ഫുള്ള് മൗണ്ടൻ, ഒരു സൈഡിൽ ഫുള്ള് സീ ആണോ ലേക്കാണോ എന്താ ഈ പറഞ്ഞ, സീ അല്ല ലേക്കാന്ന് തോന്നുന്നു, ലേക്ക്. എന്നാ രസമാണ്. അപ്പുറത്ത് മൗണ്ടൻ, ഇപ്പുറത്ത് ലേക്ക്. മൗണ്ടൻ ലവേഴ്സിന് മൗണ്ടൻ, ലേക്ക് ലവേഴ്സിന് ലേക്ക്. കുഞ്ഞു കുഞ്ഞു വീടുകൾ, മനോഹരമായ വീടുകൾ, കാഴ്ച. വാവ്, പറഞ്ഞ് 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 കഴച്ചു. അധികമൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അത്ര ബ്യൂട്ടിഫുള്ളാണ് ആ സ്ഥലം. അങ്ങനെ വാവ് പറഞ്ഞ് പറഞ്ഞ് വായും കഴച്ച് മലയും കയറി ഞങ്ങൾ രണ്ടാമത്തെ ദിവസത്തെ താമസ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു ഹിൽ ടോപ്പിലുള്ളൊരു Airbnb ആണ്. നല്ല രസമാണ്, വീടൊക്കെ കാണാൻ അടിപൊളിയാണ്. അപ്പം അങ്ങനെ അവിടെ എത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഥയൊക്കെ പറഞ്ഞ്, ഈ വീട്ടിൽ നിന്നുള്ള വ്യൂ കാണേണ്ട കാഴ്ച തന്നെയാണ്. അത്രയും രസമാണ്. മൊത്തത്തിൽ മഞ്ഞും മഴയും ഒക്കെ മൂടിയോണ്ടും വേറെ ഒരു വൈബായിരുന്നു അന്നത്തെ ദിവസം. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒന്നാമത്തെ യാത്ര എന്ന് പറയുമ്പോൾ, റോഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം കാറിലിരിക്കണ്ടേ. അപ്പോൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് നടക്കാനും കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടാവും. അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് പിള്ളേരുടേതായ ലോകത്തിൽ കളിക്കുന്നു, ചിരിക്കുന്നു, നടക്കുന്നു. നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് രാത്രിത്തെ ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ അടുത്ത ദിവസത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി റെഡി ആവണം. അപ്പം ഇതാണ് വീട്ടിനുള്ളിൽ നിന്നുള്ള കാഴ്ച. വളരെ രസമാണ്. ഇപ്പം ഓൾറെഡി സ്പ്രിംഗ് ആയി, പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ ചെന്ന ദിവസവും മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അവിടെ വെള്ളയായിട്ട് കാണുന്നതൊക്കെ മഞ്ഞാണ്. അതിൽ അരികത്ത് കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, പറഞ്ഞാൽ തീരില്ല. അത്രയും രസമാണ് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. നമ്മൾ ഈ വീഡിയോ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റേതായൊരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇതിപ്പോൾ രാവിലെയായി. അങ്ങനെ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി ഫ്ലാമിലേക്കുള്ള യാത്രയാണ് തിരിക്കേണ്ടത്. അപ്പം റെഡി ആവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് റെഡി ആവുന്നതാണ്. അപ്പം ഇതാണ് ഞങ്ങൾ താമസിച്ച സ്ഥലത്തിൻ്റെ പുറം കാഴ്ചകൾ. ഇതാണ് Airbnb ഹൗസ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫ്രൈഡേത്തെ യാത്ര തിരിച്ചു ഫ്ലാമിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ യാത്രക്കിടയിൽ എല്ലാ തരത്തിലെ കാലാവസ്ഥ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതായത് മഞ്ഞുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള കാലാവസ്ഥ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുക. അപ്പുറത്തൊക്കെ കിടക്കുന്നതൊക്കെ മഞ്ഞാട്ടോ. സ്പ്രിംഗായി എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ സ്വീഡനിൽ ഇപ്പോൾ നല്ല വെയിലും നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ തണുപ്പ് തേടി പോകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാഴ്ചയൊക്കെ ഫോണിൽ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോൾ എത്രയോ ഭംഗിയാണ്. അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഫോണിൽ പ്ലേ ചെയ്തിട്ട് ഞാൻ നേരിട്ട് നോക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു അലക്സിനോട്, നോക്കി എത്ര ഡിഫറൻസ് ഉണ്ട് ഈ ഫോണിൽ. ഫോണിൻ്റെ ക്യാമറ പ്രശ്നമായിട്ടാണോ ഈ വീഡിയോ ഇങ്ങനെ കാണുന്നത്? എനിക്ക് ആ ഭംഗി തോന്നുന്നില്ലല്ലോ ഫോണിൽ. ക്യാമറയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സെറ്റിങ്സ് എന്തെങ്കിലും മാറ്റണോ എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല, ശരിക്കും നേരിട്ട് കാണാൻ അത്ര ബ്യൂട്ടിഫുള്ളാണ്. മൊത്തത്തിൽ ഇങ്ങനെയാണ്. എവിടെ തിരിഞ്ഞാലും ഇതുപോലത്തെ കുന്നും മലകളും നല്ല രസമുള്ള വീടുകളും പിന്നെ കുഞ്ഞരുവിയോ അല്ലെങ്കിൽ വാട്ടർഫോൾസോ ഒരു ലേക്കോ, എങ്ങോട്ട് നോക്കിയാലും അത്രയും മനോഹരമായ കാഴ്ചകളാണ്. പറഞ്ഞാൽ തീരില്ല, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഈ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ മാറി വരുന്ന ഈ കാലാവസ്ഥയിൽ കൂടെ ഞങ്ങളിങ്ങനെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ യാത്രക്കിടയിൽ ഇങ്ങനെ അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഒന്നാമത് കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് കാർ സീറ്റിൽ ഇരിക്കേണ്ടത് മാൻഡേറ്ററി ആയതുകൊണ്ടും പുറകിലിരിക്കണം. പിന്നെ വണ്ടി ഓടിക്കുന്ന ആൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം പറ്റുന്ന സാഹചര്യത്തിലാണ് വീഡിയോസൊക്കെ എടുത്തേക്കുന്നത്.
ഇന്നും ഒരു 100-400 കിലോമീറ്ററോളം കവർ ചെയ്യാനുണ്ട് ഇന്നത്തെ യാത്രയിൽ. അപ്പം അങ്ങനെ ഞങ്ങൾ യാത്രയ്ക്കിടയിൽ ഒരു ചെറിയ സ്റ്റോപ്പ് എടുത്തു. ഒരു പള്ളിയിലാണ്, നല്ല രസമുള്ളൊരു പള്ളി, നല്ല രസം, ബ്യൂട്ടിഫുൾ, മനോഹരം എന്നൊക്കെ പറഞ്ഞ് തളർന്നു. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, വീണ്ടും ഞാൻ പറയുന്നു, അത്രയും രസമുള്ളൊരു യാത്രയായിരുന്നു. പള്ളിയും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പള്ളി, ഒരു ഗ്രാമം, അതിൻ്റെ നടുക്കുള്ളൊരു പള്ളിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചുമ്മാ അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയ. അപ്പോൾ പള്ളിയിലൊക്കെ ഒന്ന് ചുമ്മാ, പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല, എന്നാലും പള്ളിക്ക് പുറത്തൊക്കെ പോയി ഒന്ന് കണ്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ചെറുതായിട്ട് സ്നാക്സൊക്കെ കഴിച്ച്. പിന്നെ പിള്ളേരും ഫുൾ ടൈം കാറിലിരിക്കുന്നതുകൊണ്ട് അവർക്കും കുറച്ച് നേരം ഇറങ്ങി ഇങ്ങനെ നടക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അവരെ ഇങ്ങനെ തൂക്കിയെടുത്ത് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടത്തി അവർക്കും കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ കൊടുത്ത്. ഫുൾ ടൈം കാറിലിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ മടുപ്പുള്ള കാര്യമല്ലേ. അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് അവർക്കും മടുക്കുമല്ലേ, അവരൊക്കെ ഇങ്ങനെ ഓടി നടന്ന് കളിക്കുന്ന പ്രായമല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സ്റ്റോപ്പ് എടുക്കുന്നുണ്ടായിരുന്നു. അവരെ പുറത്തിറക്കും, അവർക്ക് ആഘോഷമാണ്, പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർക്ക് ആഘോഷമാണ്. രണ്ടാളും കൂടെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, മഡി പെഡൽസ് ഉണ്ട്, മഡി പെഡൽസിൽ കളിക്കുന്നു. അങ്ങനെയൊക്കെയായിരുന്നു പിള്ളേരുടെ കഥകൾ. അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീണ്ടും ഒരു ലേക്കും ലേക്ക് സൈഡ് വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ നിർത്തി, അങ്ങോട്ട് പോയി, അവിടത്തൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ മല കയറാൻ പോവാണ്. ഇപ്പം മഞ്ഞുമല കയറാൻ നോക്കുവാണ്. ഇത് കുറച്ച് ബോറിംഗ് ആയിരുന്നു. ആദ്യം ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ, ഫുള്ള് മഞ്ഞ്, എല്ലാവിടെയും മഞ്ഞ്. ആക്ച്വലി ഈ വീഡിയോസിൽ അത്ര കാണുന്നില്ല, കുറച്ചുകൂടി മുകളിൽ കയറിയപ്പോഴായിരുന്നു ഫുള്ള് മഞ്ഞുണ്ടായിരുന്നത്. കൊച്ചിന് ഭക്ഷണം കൊടുക്കാനൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചുകൂടി മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ മൊത്തം വെള്ളമെന്ന് വെച്ചാൽ ഫുള്ള് മഞ്ഞ് മൂടിയ മലകളാണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ നോക്കാൻ പറ്റില്ല, പുറത്തേക്ക് നോക്കിയാൽ കണ്ണ് പുളിക്കും, അത്രയ്ക്കും വെള്ളയാണ്. വെള്ള മലകൾ, അതിൻ്റെ തൊട്ട് മുകളിൽ വെള്ള ആകാശം, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ രസമുണ്ടായിരുന്നു യാത്ര. ഇങ്ങനെ കുറേ മൊത്തത്തിൽ അങ്ങനെ നീണ്ടപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ച് തുടങ്ങി. മൊത്തം വെള്ളമായതുകൊണ്ട് ഈ വൈറ്റ് റൂം ടോർച്ചർ എന്നൊക്കെ പറഞ്ഞില്ലേ, അത്രയ്ക്കൊന്നുമില്ല, എന്നാലും കണ്ണിനൊരു പുളിപ്പ്, കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ണ് പൊളിക്കുന്ന യാത്രയ്ക്ക് ശേഷം ഞങ്ങളിങ്ങനെ പോയത് ഒരു വാട്ടർഫോൾസിലേക്കാണ്. അപ്പം ആദ്യം ഞങ്ങൾ പോയി വാട്ടർഫോൾസിൻ്റെ അവിടെ പാർക്കിങ്ങിൽ പോയി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഒരു നൂല് പോലത്തെ ഒരു വാട്ടർഫോൾസ്. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം തോന്നി, അയ്യോ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത് ഈ നൂല് പോലത്തെ വാട്ടർഫോൾസ് കാണാനാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ പോയി കണ്ടേക്കാന്ന് പറഞ്ഞിട്ട് ആ വ്യൂ പോയിൻറ്റിലൊക്കെ പോയി നിന്നപ്പോഴാണ് അറിയുന്നത്, അയ്യോ എന്ത് വലിയ വാട്ടർഫോൾസാണെന്നറിയോ. അത് അത്രയും ഡീപ്പാണ്, കാണുമ്പോഴേ പേടിയാവും. അതിൻ്റെ അറ്റത്തേക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് ഒന്നാമതേ ഹൈറ്റ് പേടിയാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് കൂടെ പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് കയ്യും കാലിങ്ങനെ വിറയ്ക്കുമായിരുന്നു. അത്രയും ആഴമുണ്ട് വാട്ടർഫോൾസ്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ 2-3 വാട്ടർഫോൾസ് കൂടിയിട്ടാണ് ഈ വാട്ടർഫോൾ ഉള്ളത്. നമുക്ക് നിർത്തിയപാട് കാണുന്നത് ഈ കുഞ്ഞു വാട്ടർഫോളാണെന്നേ ഉള്ളൂ. ശരിക്കും ഇത് ഒരിക്കലും ഇങ്ങനെ കാണേണ്ട കാഴ്ചയാണ്. അത്രയും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നില്ല ഇതിനെ, ഇത് കുറച്ചുകൂടി ഒരു ടെറർ ലുക്കുള്ളൊരു വാട്ടർഫോൾസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിട്ടോ. ഇന്നലത്തെ യാത്രയിലൊക്കെ നമ്മൾ കണ്ടതൊക്കെ കുറേ വാവ് എന്ന് പറയുന്ന കാഴ്ചകളായിരുന്നു. ഇന്നത്തെ യാത്രയിൽ നമ്മൾ കാണുന്നതൊക്കെ കുറേ ഓ മൈ ഗോഡ് സംഗതികളായിരുന്നു. അതായത് ഈ വാട്ടർഫോൾസൊക്കെ കാണുമ്പം തോന്നും, ഓ മൈ ഗോഡ് ഇങ്ങനെയുണ്ടോ ഈ മൗണ്ടൻസും ഇതൊക്കെ കാണുമ്പോൾ. എന്നാ വലിയ മൗണ്ടൻസാണെന്നറിയോ, ഇതൊക്കെ ഫുള്ള് റോക്കി ആയിട്ടുള്ള മൗണ്ടൻസ്, റോക്കുകളുകൊണ്ടുള്ള മൗണ്ടൻസാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും ആ മൗണ്ടൻ്റെ ചോട്ടിൽ നിന്നിങ്ങനെ മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നും പട്ടുകൂറ്റം മൗണ്ടൻസ്. ഇതൊന്നും ഞാൻ ഇതിനു മുമ്പ് കാണാത്തതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ തോന്നുന്നത്. പക്ഷേ റിയലി ഒരു ഓ മൈ ഗോഡ് മൊമെൻറ്റ്സ് ആയിരുന്നു ഇന്നത്തെ യാത്രയിൽ മൊത്തം.
അങ്ങനെ വീണ്ടും മലനിരകളിലും ഊട്ടിക്കൂടെ യാത്ര തിരിച്ച് ഞങ്ങളുടെ മൂന്നാമത്തെ സ്പോട്ട്, അതായത് മൂന്നാമത് സ്റ്റേ ചെയ്യാൻ പോകുന്ന വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടുള്ളത്. അപ്പോൾ പോകുന്ന വഴി വീണ്ടും കാഴ്ചകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതായത് മൗണ്ടൻ്റെ താഴെ ഒരു ലേക്കിൻ്റെ സൈഡിലെ വീടുകൾ, ഇതൊക്കെയാണ് എല്ലാവിടെയും. ഭയങ്കര രസമാണ്. മിക്ക സ്ഥലത്തും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു ബ്ലൂയിഷ് ഗ്രീനിഷ് സിൽവറിഷ് അതുപോലത്തെ കളറുള്ള വാട്ടറൊക്കെ ആയിരുന്നു. രസമാണ് മൊത്തത്തിൽ. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിടെയും ഇതൊക്കെ തന്നെയാണ്. എവിടെ നോക്കിയാലും മൗണ്ടൻസ്, കുഞ്ഞു വീട്, അരുവി, അല്ലെങ്കിൽ ലേക്ക്, അല്ലെങ്കിൽ വാട്ടർഫോൾസ്, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ്. അപ്പം നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ പറ്റില്ല, അത്രയും കാഴ്ചകളുണ്ട്. കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളാണ്. കണ്ണിമജിമാതെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെയാണ് വഴി നീളമുള്ളത്. നമ്മൾ എവിടെ തിരിഞ്ഞാലും ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ കാണണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളൊന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് നേരം ഉറങ്ങാം, നല്ല സ്ഥലം എത്തുമ്പോൾ കാണാം, അങ്ങനെയൊന്നുമല്ലായിരുന്നു. മൊത്തത്തിൽ ഉറങ്ങാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു മൊത്തത്തിൽ. അപ്പം അങ്ങനെ ഞങ്ങൾ ഏറെക്കുറെ 400 കിലോമീറ്റേഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടെത്താറായിട്ടുണ്ട്. മൊത്തം ഇങ്ങനെ മൗണ്ടൻ ആയതുകൊണ്ട് തന്നെ കുറേ ടണൽസ് ഉണ്ടായിരുന്നു. ഈ ടണൽ ഒരു 25 കിലോമീറ്റേഴ്സ് ടണലാണ്. നമ്മൾ ഏറെക്കുറെ ഈ ടണലിനുള്ളിൽ കൂടെ തന്നെ 75 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. അതായത് നമ്മൾ ഇന്ന് പോകുന്ന ദിവസം 25 കിലോമീറ്റേഴ്സ് അങ്ങോട്ട് പോയി, പിന്നെ പിറ്റേ ദിവസത്തെ യാത്രയിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ 25x3, അതായത് 75 കിലോമീറ്റേഴ്സോളം ഞങ്ങൾ ഈ ടണലിൽ കൂടെ യാത്ര ചെയ്തു. അങ്ങനെ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള യാത്ര മാത്രമായിരുന്നു ബോറിംഗ് ആയിട്ടുള്ളതും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു കാഴ്ച. അതല്ലാതെ പിന്നെ നമ്മളൊന്നും മിസ് ചെയ്യാനില്ല, എല്ലാം കാണണം, അത്രയും നല്ല കാഴ്ചകളായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസം സ്റ്റേ ചെയ്ത വീടോ പരിസരമൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത് ഞങ്ങളെല്ലാവരും ടയേർഡായിരുന്നു. മൊത്തത്തിൽ 2 ദിവസത്തെ കണ്ടിന്യൂസ് യാത്രയും കുഞ്ഞു പിള്ളേരും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ടയേർഡായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും ഒന്ന് കിടന്നാൽ മതി എന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം പോയതൊരു വ്യൂ പോയിൻറ്റിലേക്കായിരുന്നു. സെഗസ്റ്റീൻ വ്യൂ പോയിൻ്റ്, അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങോട്ടാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് പോകുന്നതിൻ്റെ അതൊരു മൗണ്ടൻ ടോപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയുള്ളൊരു വില്ലേജാണ് ഈ ഓർലാൻഡ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു കുഞ്ഞ് വില്ലേജാണ്. അപ്പോൾ നല്ല വീടുകളും കുഞ്ഞ് ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന്
ലൈക്ക് മൗണ്ടൻ ടോപ്പിലേക്ക് പോവുക, അതായത് ഈ വ്യൂ പോയിൻറ്റിലേക്ക് പോവുക. ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് നല്ല രസമാണ്, കുറേ വീടുകളും ഇതൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു സൈഡ് എന്താ പറയുക, മൗണ്ടൻ്റെ താഴെയുള്ള ലേക്ക്, ഒരു സൈഡിലേക്ക് വീടും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുഞ്ഞു വഴിയാണ്, മെലിഞ്ഞൊരു വഴി, അതായത് ഒരു വണ്ടിക്ക് ഒറ്റ ടൈം പോകാൻ പറ്റുള്ളൂ, അതുപോലത്തെ ഒരു വഴി കൂടെയാണ് ഈ മൗണ്ടൻ ടോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയും നല്ല രസമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വ്യൂ എന്ന് പറയണത് എന്താ പറയുക, അത്രയും വാവ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഇങ്ങനെ കുറച്ചധികം പോകാനുണ്ട് കേട്ടോ. മൗണ്ടൻ ടോപ്പിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ കറങ്ങി ഈ കുഞ്ഞു വഴിയിലൂടെ ഇങ്ങനെ പോകണം. മുകളിലോട്ട് പോകുന്തോറും കാഴ്ചയുടെ ഭംഗി ശരിക്കും നേരിട്ട് ഇങ്ങനെ കൂടി വരുവാണ്. അതായത് മൊത്തത്തിൽ കാണാമല്ലോ. താഴെ നോക്കുമ്പോൾ നമുക്ക് കുഞ്ഞു വീട്, അടുത്തുനിന്നുള്ള വീടും കാഴ്ചകളല്ലേ കാണാൻ പറ്റുന്നത്. മുകളിലേക്ക് എത്തുമ്പോൾ മൊത്തത്തിലുള്ള കാഴ്ച കാണാൻ പറ്റുമ്പോൾ അത് എക്സ്ട്രോഡിനറിലി ബ്യൂട്ടിഫുൾ ആകുന്നുണ്ട്. എത്ര നേരം ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് എത്തിയപ്പോൾ കാഴ്ച എക്സ്ട്രോഡിനറിലി ബ്യൂട്ടിഫുള്ളായി മാറി. അങ്ങനെ കറങ്ങി ഞങ്ങളിതാ വ്യൂ പോയിൻറ്റിലേക്ക് എത്തി. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നിങ്ങൾ നേരിട്ട് കണ്ടോ. ഞാനിതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, ഇനി വാക്കുകളില്ല പറയാൻ. ബ്യൂട്ടിഫുള്ളും വണ്ടർഫുള്ളും മനോഹരം എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി വാക്കുകളില്ല. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോ. പിന്നെ എടുത്തു വരേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് എത്രയും നല്ലൊരു വ്യൂ പോയിൻ്റാണ്. എന്നിട്ട് പോലും ആൾക്കാരൊന്നും അധികം ഇല്ല ഈ പോയിൻ്റ് കാണാനായിട്ട്. അതായത് അത്രയും ഫ്രീ ആയിരുന്നു. നമുക്ക് ആവശ്യാനുസരണം നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സ്ഥലം കണ്ട് എൻജോയ് ചെയ്യാനും ഉള്ള സമയവും സാവകാശമൊക്കെ കിട്ടി. തിക്കും തിരക്കൊന്നും ഇല്ലാതെ തന്നെ നിന്ന് കാണാനൊക്കെ പറ്റി. പാർക്കിങ്ങിനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കുറച്ച് സ്പേസേ ഉള്ളൂ പാർക്കിങ്ങിന്, എന്നാൽ പോലും തിക്കും തിരക്കൊന്നും ഇല്ലാതെ പാർക്കിങ് ചെയ്യാൻ പറ്റി. നിന്ന സ്ഥലങ്ങളും കാണാൻ പറ്റി, വീഡിയോസ് എടുക്കാൻ പറ്റി. ഇതൊക്കെ ഒരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. മലമേലെ ഫുള്ള് മഞ്ഞൊക്കെ ഉണ്ടെങ്കിലും കാലാവസ്ഥ നല്ല പ്ലസൻ്റ് ആയിരുന്നു. ഒന്ന് ജാക്കറ്റോ അങ്ങനെയൊന്നും ഇടേണ്ടി വന്നിട്ടില്ല. നല്ല ഒരു വാം ക്ലൈമറ്റ് ആയിരുന്നു അന്നത്തെ ദിവസം. ഞങ്ങൾ അന്ന് വേറെ അങ്ങനെ പ്രത്യേകിച്ച് നിർത്തി സ്പോട്ടൊന്നും കണ്ടിട്ടില്ല. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ സ്വീഡനിൽ തന്നെ സുന്നി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു അന്ന് സ്റ്റേ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ അന്ന് നേരെ പോയത്. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഞങ്ങളുടെ വീട് പിടിച്ചു. ഇതൊക്കെയായിരുന്നു നോർവേ വിശേഷങ്ങൾ. നല്ല കിഡിലൂസ്കി, വൈബോസ്കി, കളറൂസ്കി എന്തൊക്കെ പറഞ്ഞാലും മതിയാവാത്ത അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു യാത്രയും എക്സ്പീരിയൻസും ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.